നമസ്കാരം. 2024 വൃശ്ചികം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ വാർഷിക ജ്യോതിഷ ഫലമാണ് ജ്യോതിഷ പണ്ഡിതനായ കുടമാളൂർ ശർമാജിയുമായിട്ട് പ്രേക്ഷകർക്കായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത്. അതായത് വിശാഖം ഒടുവിൽ 15 നാഴികയിൽ അനിഴവും ചേരുന്ന നക്ഷത്രമാണ് വൃശ്ചിക രാശി. ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം മാതൃ സൗഖ്യസ്ഥാനത്ത് ശരി നിൽക്കുകയാണ്. പഠിക്കാൻ അവസരമുണ്ടെങ്കിലും പഠിക്കാൻ കഴിവുണ്ടെങ്കിലും പഠിക്കാനുള്ള യോഗ്യതകളുണ്ടെങ്കിലും അവർക്ക് എന്തെങ്കിലും ശാരീരിക അസുഖങ്ങളോ യാത്രാ ബുദ്ധിമുട്ടുകളോ മാതാവിനും മാതൃവഴി ബന്ധുക്കളാൽ ഉണ്ടായേക്കാവുന്ന ക്ലേശങ്ങളോ കൊണ്ട് കോൺസെൻട്രേഷൻ, മെമ്മറി, മെഡിറ്റേഷൻ കുറയും. പഠന അധ്യയന പ്രൈം വേളകളിൽ എന്തെങ്കിലും തരത്തിൽ അത് അറ്റൻഡ് ചെയ്യാൻ വയ്യാത്ത സാഹചര്യം വരും. കൂടുതൽ പഠിത്തം വേണ്ടി വരും. ഒക്കെയാണെങ്കിലും വരുന്ന അധ്യയന വർഷം മുതൽ അവർക്ക് ഈ വക ദോഷങ്ങളിൽ നിന്ന് ശമനം കണ്ടെത്തുകയും കൂടുതൽ ഉത്സാഹം, കൂടുതൽ ഊർജം, പഠന താല്പര്യം എന്നിവ കിട്ടുകയും ഈ വർഷാവസാനം മുതൽ പഠനത്തിൽ മികവ് തെളിയിച്ചു കിട്ടുകയും ചെയ്യും. ഒരു താൽക്കാലികപരമായ ഒരു 3-4 മാസത്തേക്കുള്ള കുഴപ്പമേ ഉള്ളൂ. എങ്കിലും അതിൽ നിന്ന് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും. ഉദ്യോഗാർത്ഥികൾക്ക് എന്തായിരുന്നാലും ശരി, ഒരു പ്രതീക്ഷിച്ച പോലെയുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ പോലും ഉദ്യോഗം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മാനേജ്മെൻ്റ് ആവാം, ഗവൺമെൻറ് ആവാം, സെമി ഗവൺമെൻറ് ആവാം. വിദേശ ജോലിക്കാർക്ക് പ്രത്യേകം സാഹചര്യമുണ്ട്. കാരണം അവർക്ക് വേറെ എവിടെയെങ്കിലും കൊടുത്ത റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്ഥലത്തായിരിക്കണമെന്നില്ല, വേറെ എവിടെയെങ്കിലും വിദേശത്ത് ജോലി കിട്ടും. പൂർണ്ണമായ സ്കെയിൽ ഓഫ് പേ അല്ലെങ്കിൽ സേവന വേതന സൗകര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അത്ര അങ്ങോട്ട് വിശ്വസിക്കേണ്ട. പക്ഷേ കുറേയൊക്കെ സാഹചര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാം പിൽക്കാലങ്ങളിൽ. അതുകൊണ്ട് ഒരു വർഷം കൊണ്ട് ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടും. ജോലിയിൽ സർവീസിൽ ഇരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഒരു പ്രമോഷനോട് കൂടിയ ട്രാൻസ്ഫറോട് കൂടിയ പ്രമോഷൻ കിട്ടും. സ്ഥലം മാറ്റവും സ്ഥാനമാറ്റവും ഔദ്യോഗിക ഉന്നതിയും സ്ഥാനമാനങ്ങളും ശമ്പള പരിഷ്കാരവും അധികാരവും ഏത് കർമ്മരംഗത്ത് നിൽക്കുന്നു, തൊഴിലാളിയാവാം, മുതലാളിയാവാം, ഗവൺമെൻറ് ജോലിയാവാം, സ്റ്റേറ്റ് ആവാം, വിദേശ ജോലിയാവാം, അധികാര വർധനവ്, ശമ്പള വർധനവ്, സന്തോഷം, ഒരു വാഹനമൊക്കെ എടുക്കാനുള്ള യോഗം, വീടൊക്കെ പുതുക്കാനോ പണിയാനോ പുനർവാസൂല്യോ ഒക്കെ വരാനുള്ള യോഗങ്ങൾ, അപ്രതീക്ഷിതമായി സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ സഹായം ഉണ്ടാവും. കല്യാണം കഴിക്കാനായിട്ട് വളരെയധികം കാലതാമസമൊക്കെ പെട്ട് ഇരിക്കുന്നവർക്കും പുനർവിവാഹം ആലോചിച്ചിരിക്കുന്നവർക്കും നല്ല പങ്കാളിയെ, വിശ്വസ്തമായ ഒരു പങ്കാളിയെ ലഭിക്കും. അതൊരു വലിയ കാര്യമല്ലേ? അതെ. കുടുംബത്തിൽ ജംഗമ സാധനങ്ങൾ, ഇലക്ട്രോണിക് ഐറ്റംസ്, അതുപോലെ തന്നെ വസ്തു ഇല്ലാത്തവർക്ക് വസ്തു, കുടുംബത്തിൽ പാർട്ടീഷൻ നടത്തി കിട്ടാൻ വസ്തുക്കൾ അധികാരത്തിൽ വരാനും കൈവശം വരാനും അധീനതയിൽ വരുവാനും ഉള്ള യോഗമുണ്ട്. ജോലിക്കാർക്ക് പ്രമോഷൻ സാധ്യതയുമുണ്ട്. ബിസിനസ്സുകാർക്ക് അല്പം സന്തോഷിക്കാനുള്ള അവസരങ്ങളും പുതിയ ബ്രാഞ്ചുകൾ ഒക്കെ ഇടാനുള്ള യോഗങ്ങളും കാണും. ഉള്ളവ പരിഷ്കരിക്കാനും കാണും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെയുള്ള ഒരു ജീവിത രീതികൾ വേണമെങ്കിൽ ഈ രാശിക്കാർക്ക് കിട്ടും. എങ്കിൽ എപ്പോഴും ഒരു മനോവിഷമവും മുഖത്ത് മെതലിക്കുന്ന ഈ രാശിക്കാർ ഒന്നിലും ഒരു പരിപൂർണ സംതൃപ്തി കിട്ടുന്നില്ല. ഉണ്ട്, മറ്റേ ചുറ്റുപാടുകളൊന്നും ബുദ്ധിമുട്ടില്ലെങ്കിലും എന്തോ ഒരു കുറവ് പോലെയും ഒരു പോരായ്മ പോലെയും ഇതൊന്നും നിലനിൽക്കുന്നതല്ലെന്നും ഒരു വിഷാദം, ഒരു ഹൈപ്പർ ഡിപ്രഷൻ, ഒരു ആൻസൈറ്റി, ഇതൊക്കെ ആയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തേക്ക്. ജോലിക്ക് കുഴപ്പമില്ല, ശമ്പളത്തിന് കുഴപ്പമില്ല, വരുമാനത്തിന് കുഴപ്പമില്ല, പാർട്ട്ണർക്ക് കുഴപ്പമില്ല, ദാമ്പത്യം കുഴപ്പമില്ല, പ്രേമിച്ച് നോക്കുന്നവർക്ക് കുഴപ്പമില്ല, വിദ്യാർത്ഥികൾക്ക് ഉള്ള കുഴപ്പം മാറുന്നു, ഉദ്യോഗാർത്ഥികൾ ജോലി കിട്ടുന്നു, ഗ്രഹം, വീട്, വസ്തു, വണ്ടി ഇതെല്ലാം പുതുക്കുകയോ മോടി പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നു, പുതിയ ലോൺ ചെട്ടി ഇതൊക്കെ കാര്യങ്ങളൊക്കെ പാസ്സാവുന്നു, ഉന്നത ജന സഹകരണം, സഹായം, വ്യക്തിജന സപ്പോർട്ടുകൾ ഇതൊക്കെ ഉണ്ട്. എങ്കിലും എല്ലാം കിട്ടുമെങ്കിലും എന്തോ ഒരു വിഷാദം മുഖത്ത് നിൽക്കുന്നു. അതാണ് ഈ വർഷം ഈ രാശിക്കാർക്കുള്ള 2024 കൂടുതലും കുടുംബജനങ്ങൾ ആയിട്ടുള്ള ഒരു ചെറിയ യോജിക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം, ഒരു വിള്ളലുകൾ,
ഉണ്ടാവും. ബന്ധുജനങ്ങളുമായിട്ടൊരു നീരസം, ഒരു കൈപ്പേറിയ അനുഭവം. അത് ഈ രാശിയുടെ ഒരു സ്വന്തം, ബന്ധം, മിത്രം, സൗഹൃദം, മാതൃവഴി, പിതൃവഴി, മാതുല വഴി, സാഹോദര്യ വഴി, മൈത്രി വഴി ഒരല്പം വിള്ളൽ ഉള്ളിലുണ്ടാവും. എന്നാൽ ഷേക്ക് ഹാൻഡ് കൊടുക്കും, സന്തോഷിക്കും. എന്തൊക്കെയായാലും പുതിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സംതൃപ്തമാണ്, എല്ലാം നടക്കും. എവിടെയോ ഒരു വിഷാദങ്ങൾ മുഖത്ത് അതിലേക്ക് അത്ര കാര്യമാക്കേണ്ടതില്ല. ഒരു വർഷം കഴിയുമ്പം ഇപ്പം വേദനിക്കുന്ന കാര്യങ്ങളിൽ ഉത്സാഹവും സന്തോഷവും ഉണ്ടാവും. മകയിരം, തിരുവാതിര, പുണകതം നക്ഷത്രം വരുമ്പം കലണ്ടറിലോ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത്, അല്ലെ കമ്പ്യൂട്ടറിലോ മൊബൈലിൽ നോട്ട് ചെയ്ത് വെക്കുക. ശാരീരിക ക്ഷീണം, സാമ്പത്തികപരമായ ചെറിയ അബദ്ധം, ചില കയ്യബദ്ധങ്ങൾ, ഒരു സ്വല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില തെറ്റിദ്ധാരണകൾ, പൊതുവെ ഒരു മങ്ങൽ. എന്നാൽ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രം വരുമ്പം സാമ്പത്തികപരമായ ഒരു സന്തോഷം, നല്ല വാർത്തകൾ, മനസ്സിനൊരു ഉന്മേഷം, പുതിയ കനകവേഷഭൂഷണാദികൾ, വസ്ത്രാഭരണങ്ങൾ, സിനിമ, സീരിയൽ മുതലായതൊക്കെ കണ്ടിരിക്കാനൊരു തോന്നൽ, ചങ്ങാത്തം, സ്വന്തം, ബന്ധം, മിത്രം, സൗഹൃദം, മൈത്രി എന്നിവരുമായിട്ട് പുനരാഗമനം ഇത്യാദികളും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. കൂടുതലും ശനിപ്രീതി വരുത്തുക. ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം, എള്ളുപായസം, അതുപോലെ നെയ്വിളക്ക് മുതലായത് ശിവങ്കിലും ശാസ്താവെങ്കിലും, വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുക്ഷേത്ര ദർശനവും നടത്തി മുന്നോട്ട് പോവുക. വളരെയധികം നന്മകൾ വിളയാടുന്ന ഒരു വർഷമാണ്. ആ കിട്ടുന്നതിനെ എല്ലാം മനസ്സിന് യാതൊരുവിധ സങ്കോചവുമില്ല സന്തോഷമായി സ്വീകരിക്കുക. അവിവാഹിതർക്ക് വിവാഹം നടക്കുന്ന കാലഘട്ടമാണ്. വിവാഹം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പുതിയ ബന്ധുക്കളെ കൊണ്ട് ഉപകാരവും ഉണർവും. LIC മുതലായിട്ടുള്ള ഏജന്റുമാർക്കൊക്കെ നല്ല നല്ല വർക്കുകൾ കിട്ടുകയും സിനിമാ താരങ്ങൾക്കും അതുപോലെ സീരിയൽ താരങ്ങൾക്കും കലാപരമായി നീങ്ങുന്നവർക്കും പുത്തൻ ഉണർവും പുത്തൻ അവസരങ്ങളും പാരിതോഷികങ്ങളും അവാർഡുകളും കിട്ടാനുള്ള സാധ്യതകൾ നേരിയ തോതിൽ മുതൽ വലിയ തോതിൽ വരെ അവനവൻ്റെ ജാതക നില അനുസരിച്ചുള്ള യോഗനിലകൾ അനുസരിച്ച് കയറ്റി ഇറക്കം ഉണ്ടാകും എന്ന് മാത്രം. എങ്കിലും പൊതുവെ ഗുണദോഷ മിശ്രത്താൽ 90% ഗുണാധിക്യമാണ്. ഈ വക ദോഷ ദിവസങ്ങൾ ശ്രദ്ധിക്കുക. ദോഷസന്ധ്യയായ ശനി പ്രീതി വരുത്തുക. ഈ പ്രകാരം ചെയ്ത് ഈ വർഷം സന്തോഷമായി പോകാം എന്ന് കാണുന്നു. 2024 വൃശ്ചികം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ വാർഷിക ജ്യോതിഷഫലമാണ് ജ്യോതിഷ പണ്ഡിതനായ കുടമാളൂർ ശർമാജി നമ്മോട് പങ്കുവച്ചത്. ഈ 2024 വർഷം നമുക്ക് തീർത്തും നല്ലൊരു രീതിയിൽ, അത്ര മനസ്സിന് ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാവുമെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഉയർച്ചയും അതുപോലെ തന്നെ ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കഴിഞ്ഞുകൂടാനുള്ള ഒരു സാഹചര്യം 2024 നമുക്ക് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ചെറിയ ചെറിയ മ്ലാനതകൾക്ക് വേണ്ടിയിട്ട് അതിനുള്ള പൂജാവിധികൾ അദ്ദേഹം നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ശനീശ്വര പൂജയും അതുപോലെ വ്യാഴത്തിന് നമ്മൾ പ്രത്യേകമായ വിശിഷ്ടമായ ചില ദിവസങ്ങളിലുള്ള പൂജകളുമെല്ലാം അദ്ദേഹം നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെല്ലാം ചെയ്ത് സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ 2024 ഈ ഇനി വരുന്ന ഒരു വർഷത്തെ വാർഷിക ഫലം നമുക്ക് ഈ വൃശ്ചിക രാശിയിലുള്ള മുഴുവൻ നക്ഷത്രക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.